അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാൻ വകയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പകൽ ദൈവം നമുക്ക് ദാനമായി നൽകി. അത് ഓർത്ത് കർത്താവിന് സ്തുതിക്കാൻ വകയുണ്ട്. ആമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളിലൊക്കെ ദൈവം നല്ലവനും വല്ലഭനുമായിരുന്നു. വാക്കു പറഞ്ഞാൽ മാറാത്ത കർത്താവായി നമ്മുടെ നടുവിൽ ആമേൻ ഇറങ്ങി നിൽക്കുന്ന ആമേൻ ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലമുണ്ട്. ആമേൻ. ആ കർത്താവിൻ്റെ കരുത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ തന്നെ 1 ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായം 12 വാക്യം. 1 ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായം 12 വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. സകലത്തെയും ആക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തി ആകുന്നു. ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. ആമേൻ. സ്തോത്രം. ദാവീദ് തൻ്റെ സ്തോത്രം കഷ്ടതയുടെ നടുവിൽ ആമേൻ സ്തോത്രം യാഗം കഴിച്ചും പ്രാർത്ഥിച്ചും ആമേൻ ദൈവത്തെ സ്തോത്രം ചെയ്തും അവൻ്റെ ആമേൻ സ്തോത്രം ഭാരവും ആമേൻ സ്തോത്രം ചില വേദനകളും ദൈവസന്നിധിയിൽ പകരുന്ന ഒരു അധ്യായമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ദൈവത്തോട് ദാവീദ് പറയുന്ന ഒരു കാര്യം ഇതാണ്. ആമേൻ. അവൻ എന്ത് ചെയ്യുന്നു? സകലവും ഭരിക്കും. പ്രൈസ് ദി ലോർഡ്. സകലവും ഭരിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സകലവും ഭരിക്കുന്ന, സർവവും ഭരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തെ ഭരിക്കാൻ ദൈവത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, നീ എൻ്റെ കുടുംബത്തെ ഭരിക്കണം. ദൈവമേ, നീ എൻ്റെ കുടുംബ ജീവിതത്തെ ഭരിക്കണം. കർത്താവേ, നീ എൻ്റെ തലമുറയെ ഭരിക്കണം. നീ എൻ്റെ ഉപജീവന വഴിയെ നീ ഒന്ന് ഭരിച്ച് നടത്തണം. പ്രൈസ് ദി ലോർഡ്. വചനമുണ്ടല്ലോ, ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു. സ്തോത്രം. നീ സർവവും ഭരിക്കുന്നു എന്ന്. കർത്താവേ, നീ എന്ത് ചെയ്യണം? ശക്തിയും ബഹുമാനവും പ്രൈസ് ദി ലോർഡ് നിന്റെ കയ്യിലിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശക്തി മാത്രമല്ല, ശക്തിയും ആമേൻ ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. ശക്തിയും ബഹുമാനവും നിന്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പം സകലത്തെയും ഭരിക്കുന്ന ദൈവമേ, ഇന്ന് പകലിൽ നീ എന്നെ മാനിക്കണമേ കർത്താവേ. സ്തോത്രം. പറയാമോ? എത്ര പേർക്ക് പറയാൻ കഴിയും? നമുക്ക് നമ്മെ ഭരിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും, അല്ലേ? നമുക്ക് നമ്മുടെ മിനിസ്ട്രിയെ ഭരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചത് പലപ്പോഴും ചെയ്യാൻ കഴിയുന്നില്ല. ആമേൻ. ഏകാധിപത്യം എന്നുള്ള ആ ഒരു ദൗത്യം മാറ്റിവെച്ചിട്ട് കർത്താവേ, നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ എന്ന് പറയണം. നോക്കിക്കേ, 1 വാക്യം മുതൽ നമ്മൾ വായിക്കപ്പെടുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ആമേൻ സ്തോത്രം ദാവീദ് തൻ്റെ ആമേൻ ഹല്ലേലൂയ ചില കാര്യാദികൾ ദൈവത്തോടും ജനത്തോടും പറയുന്നതും യാഗം കഴിപ്പിക്കുന്നതും നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ 10 വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ്റെ സ്തോത്രം നമുക്കവിടെ കാണുന്നു. 26 വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ്റെ രാജത്വഭാരം, ആമേൻ ഹല്ലേലൂയ, രാജത്വഭാരവും ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് തുടർന്നുള്ള കാര്യാദികൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ദൈവസന്നിധി ആരാധിക്കുമ്പോൾ
ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം അതിശക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ധനം മാത്രമല്ല, മാനം മാത്രമല്ല, ആമേൻ, സ്തോത്രം, ആമേൻ, അതെല്ലാം തികഞ്ഞ് ആമേൻ നല്ല ഒരു ആമേൻ അഭിഷക്തനായി ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയും. അതാണ് ഇവിടെ 26-ാമത്തെ വാക്യം വായിക്കുന്നത്. ഇങ്ങനെ ഈശായിയുടെ മകനായ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണിരുന്നു. സ്തോത്രം. അവൻ ഇസ്രായേലിനെ വാണ കാലം 40 സംവത്സരമായിരുന്നു. ആമേൻ. അവൻ 7 സംവത്സരം ഹെബ്രോനിലും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, 33 സംവത്സരം യെരൂശലേമിലും വാണു. ആമേൻ, ആമേൻ. അവനോ വയസ്സ് ചെന്നവനും, ആമേൻ, ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ, ആമേൻ, മകൻ എന്ത് ചെയ്തെന്നറിയാം? മകനായ ശലോമോൻ അവന് പകരം രാജാവായി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദാവീദിന് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ, അതൊന്നും ചെറിയ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ആമേൻ. ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാം വലിയ വലിയ നന്മകളാണ് ദാവീദിന് ദൈവം നൽകിയത്. അങ്ങനെയെങ്കിൽ നോക്കൂ, ഒരിക്കലും, ആമേൻ, ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വലിയ കാര്യങ്ങളാണ്, ആമേൻ, സ്തോത്രം, ദൈവം ദാവീദിൽ കൂടെ ചെയ്തെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഇവിടെ പറയുന്ന യഹോവ മഹത്വവും ശക്തിയും തേജസ്സും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, മഹിമയും, ആമേൻ, നിങ്ങളുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം, ആമേൻ, നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ഹല്ലേലൂയ. സകലത്തിനും മീതെ നമ്മുടെ കർത്താവ്, ആമേൻ, തലയായിരിക്കുന്നു, തലവനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, പറയുമ്പോൾ കർത്താവ്, എൻ്റെ ജീവിതത്തിൽ നീ ഒരു തലവനായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ യാത്രയിൽ, എൻ്റെ വാഹനത്തിൽ എനിക്ക് നീ തന്ന എല്ലാ സ്വത്ത് നന്മകളിലും കർത്താവെ, നിന്റെ കരം ഇന്ന് പകൽക്കാലം ഭരിച്ചു നടത്തണം. നീ തന്ന തലമുറയുടെ മേൽ നിന്റെ കരം വയ്ക്കണമേ എന്ന് പറയാമോ? എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം, ആമേൻ, നിങ്ങളുടെ മധ്യേ ദൈവം അയക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 12-ാം വാക്യം, ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു. ആമേൻ. നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു. സകലത്തെയും വലുതാക്കുവാനും ശക്തീകരിക്കുവാനും നിന്റെ പ്രവൃത്തിയാകുന്നു. ഇന്ന് പകലിൽ ആ കർത്താവിൻ്റെ വലിയ മഹത്വം പിന്നെയും വെളിപ്പെടുവാൻ പരിശുദ്ധനെ അങ്ങയുടെ പൊന്നുരത്തിലേക്ക് ജനത്തെ ഏൽപ്പിക്കുന്നു. ദൈവം ശക്തീകരിക്കണം, ദൈവം ബലപ്പെടുത്തണം, ആമേൻ. ദൈവം ബഹുമാനവും ടൈൽസ് കൂടെ അടിപ്പിക്കണമേ. വലിയ വലിയ ദൈവപ്രവർത്തികൾ സന്തോഷിപ്പാൻ സഹായിക്കണം. അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ശക്തമായി അനുഗ്രഹിക്കട്ടെ.